ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് നമുക്കല്പം കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാം. ഒരു സൂട്ടബിൾ കമ്പാനിയൻ നൽകിക്കൊണ്ട് ദൈവം ഈ ലോകത്തെ ആദ്യത്തെ കുടുംബത്തെ സൃഷ്ടിച്ചുവെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. അതായത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായത്തിലൊക്കെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചെന്നും, അതുപോലെ തന്നെ സ്ത്രീ ആദമിന് സൂട്ടബിളായിട്ടുള്ള ഒരു കമ്പാനിയനെ ഇല്ലാതിരുന്നുകൊണ്ട് ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളിൽ നോക്കിയിട്ടും അവന് സൂട്ടബിളായിട്ടുള്ള ഒരു കമ്പാനിയനെ ഇല്ല എന്ന് ദൈവം മനസ്സിലാക്കി. അപ്പോൾ ദൈവം അവന് ഒരു ഗാഢനിദ്ര വരുത്തി ഒരു വാരിയൽ എടുത്തിട്ട് ആദാമിൻ്റെ വാരിയലിൽ നിന്നും ഒരു സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചിട്ട് അവൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 22 മുതലുള്ള ഭാഗത്ത് 21 മുതൽ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്ന, ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി, അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയലുകളിലൊന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു വന്ന്. തന്നെയല്ല, യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നും മാംസവുമാകുന്നു, ഇവളെ നരനിൽ നിന്നും എടുത്തിരിക്കയാൽ നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വേർപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരുമെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. ഈ ഒരു ഫസ്റ്റ് കപ്പിൾസ് ദൈവം സൃഷ്ടിച്ച ഈ കുടുംബത്തെ തന്നെ നമ്മൾ കണ്ടു. എന്തെല്ലാം പിന്നീട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പ്രശ്നങ്ങൾ അവർ വഞ്ചിക്കപ്പെടുകയാണ് ഉണ്ടായത്. അവർ ദൈവം പറഞ്ഞതിനെ കഴിഞ്ഞ് കൂടുതൽ മറ്റുള്ളവർ പറയുന്നതിന് വില കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ആദിമാതാവായ ഹവ്വായിക്ക് തെറ്റുപറ്റിയത്. ഹവ്വ വന്നിട്ട് ഭക്ഷിക്കാൻ കൊടുത്ത പഴം ആദം ഭക്ഷിച്ചു. അങ്ങനെ രണ്ടുപേരും പാപം ചെയ്ത് ദൈവത്തിന് മുമ്പിൽ അവർ ദൈവത്തെ മുമ്പിൽ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കിയെന്ന് നമ്മൾ വായിക്കുന്നു. അതിന് ദൈവം അവരെ സൃഷ്ടിച്ച് അവർക്ക് ഏതാനും റെസ്പോൺസിബിലിറ്റിയൊക്കെ കൊടുത്തായിരുന്നു. അതായത് അവർക്ക് മനുഷ്യനൊരു മിഷൻ എന്ന് തന്നെ പറയാം ദൈവം കൊടുത്തത്. അത് അവർ ഉൽപ്പത്തി 1-ാം അധ്യായം 26 മുതൽ 28 ഭാഗത്ത് അത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ദൈവം ഇങ്ങനെ പറയുന്നു, അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തുള്ള പർവ്വജാതിമേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിമേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിമേലും വാഴട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത മിഷൻ്റെ ഒന്നാമത്തെ കാര്യം റൂൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റൂളർ എന്നുള്ള പോസ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് അവർക്ക് വന്നിട്ട് ഫ്രൂട്ട്ഫുള്ളായിരിക്കാനായിട്ട് ഉള്ള അവസരം കൊടുത്തു. അവരോട് ദൈവം പറഞ്ഞ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിൽ അതായത് സകല ചരാചരങ്ങളെയും ഭരിക്കുവാനുള്ള അധികാരവും അതോടൊപ്പം തന്നെ അവർ തന്നെ ഫ്രൂട്ട്ഫുള്ളായിരിക്കാനും മൾട്ടിപ്ലൈ ആയി ഈ ഭൂമിയിൽ നിറയുവാനുമാണ് ദൈവം കൊടുത്ത മിഷന്. അത് എത്രമാത്രം അവർ ഇത് ചെയ്തു എന്നുള്ളത് നമുക്ക് അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നു എന്നുള്ളതൊന്നും ഇവിടെ പ്രസക്തമല്ല. കാരണം അവരെ ഭൂമിയിലേക്ക് ദൈവം ഗന്ധോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നീടുള്ള മനുഷ്യൻ്റെ ജീവിതം ആ കാഠിന്യമായിട്ടുള്ള ആ ജീവിതമാണ് അതിൻ്റെ ബാക്കി ഫലമാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഓരോ കുടുംബങ്ങളായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതോടൊപ്പം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം പറഞ്ഞത് അതേപടി അനുസരിക്കാതെ ചെയ്യുന്നതുമാണ് തെറ്റുകൾ വരാനായിട്ടുള്ള കൂടുതൽ ചാൻസസ്. അതായത് പുരുഷൻ സാധാരണയായി ഒരു സ്ത്രീയെ കാണുമ്പോൾ അവൻ്റെ കണ്ണിൽ കാണുന്ന ആ ഒരു ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ അവനെ ഇഷ്ടപ്പെടുന്നു, അവൻ അട്രാക്റ്റ് ആകുന്നു. അതുപോലെ
ഹവയെ കണ്ടപ്പോൾ ആദമിനുണ്ടായ ഫീലിങ്ങും സെയിമാണ്. അവനൊരു കമ്പാനിയനെ, അവനൊറ്റയ്ക്കായിരുന്നപ്പോൾ, ഏകാഗിയായിരുന്നപ്പോൾ ഒരു കമ്പാനിയെ കിട്ടിയപ്പോൾ അവനേറെ സന്തോഷിച്ചു. അപ്പോൾ എങ്കിലും അവന് അവൻ്റെ ഉത്തരവാദിത്വം നിവർത്തിച്ചില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇന്ന് നമ്മളുടെ ഈ ലോകത്ത് കാണുന്ന കുടുംബ പ്രശ്നങ്ങളിൽ അധിക പങ്കും നമ്മളുടെ ചെറിയ ചെറിയ തെറ്റുകൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഒരു മനുഷ്യൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറഞ്ഞ് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേര് അത് എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആരാണെന്ന് പറയുവാനായിട്ട് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാതിരിക്കില്ല. ആക്ച്വലി ഹസ്ബൻഡും വൈഫുമാണ് ഇസ് ദ ക്ലോസസ്റ്റ് ഫ്രണ്ട്. അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് വേറൊരു മനുഷ്യനോടും ആയിരിക്കാനായിട്ട് സാധിക്കില്ല. അത് നമ്മൾക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് ബിൽഡപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പ്, അതിൽ കൂടെ നമുക്ക് ആ സ്നേഹം അന്ത്യം വരെയും നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് ഏറ്റവും അവർ രണ്ടുപേരും ഒന്നായി തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അവരിൽ ഡിഫറൻസസ് ഒപ്പീനിയനിലുള്ള ഇതാവട്ടെ, അവരുടെ ചിന്തകളിലുള്ള വ്യത്യാസങ്ങളാകട്ടെ, അതൊക്കെയും പറഞ്ഞു തീർത്ത് നമ്മൾ ഓരോ ദിവസവും ക്ലിയർ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ആവശ്യമായിരിക്കുന്ന സർവീസ് ഓരോരുത്തരെ കരുതുന്നതായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം. ഒരാളെ ചെറുതാക്കി കാണാതെ രണ്ടുപേരും ഈക്വലാണെന്നുള്ള ചിന്ത വേണം. കാരണം നമ്മൾ നോക്കുമ്പോൾ അറിയാമല്ലോ, ഇപ്പം ഒരാൾ വിവാഹം കഴിച്ച സ്ത്രീ അവൻ്റെ ഭാര്യയിൽ നിന്നും ഉണ്ടായ സ്ത്രീ തന്നെയാണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു ദൈവം സൃഷ്ടിച്ച് നേരത്തെ വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയിലും ദൈവത്തിൻ്റെ അവൻ തന്ന ഗിഫ്റ്റിലൊക്കെ നമ്മൾ വിശ്വസിച്ചും സന്തോഷിച്ചും ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കി തീർക്കുവാൻ സാധിക്കും. അതായത് ഒരു റിലേഷൻഷിപ്പ് അത് ഗോഡ്ലിനെസ്സിലേക്ക് ഗോഡ്ലി ആയിട്ട് മാറേണ്ടത് ആവശ്യമാണ്. അപ്പോഴും നമുക്ക് മധ്യസ്ഥനായിട്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ഒരു സെൽഫ് കൺട്രോള് ഉണ്ടാകാൻ, അതുപോലെ തന്നെ ഫിയറിൽ നിന്ന് നമ്മൾക്ക് ഭയമില്ലാതെ ഇരിപ്പാൻ, എമോഷണലായിട്ട് നമ്മൾ ഒരുമാതിരി അധികം എമോഷണലായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ അതിൽ നിന്നെല്ലാം ഉള്ളൊരു വിടുതൽ നമ്മൾ അന്യോന്യം ഒരുത്തരോടൊരുത്തർ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണെന്നുള്ള രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകുമെന്ന് നമുക്ക് കാണുക. അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കാതെ അതൊരിക്കലും തിയറിറ്റിക്കലായിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് ആ ഒരു വില്ലിങ്നെസ് വേണം. ആദ്യമായിട്ട് ഒരാളെ ഉൾക്കൊള്ളാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും, ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ പ്രശ്നം മനസ്സിലാക്കാൻ വൈഫിനും, അതുപോലെ വൈഫിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഭർത്താവിനും ഒരു കഴിവുണ്ടെങ്കിൽ അവർ തങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കാണും. ദൈവം തന്നതിനെ നമുക്ക് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കുവാനായിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് അങ്ങനെ നമ്മൾ ഒരു നല്ല ഒരു കമ്പാനിയനെ നമുക്ക് കിട്ടിയെന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാതെ ദൈവം തന്നതിനെ നമ്മൾ അവരുടെ കുറവുകളെക്കുറിച്ച് ചിന്തിക്കാതെ അവരിലുള്ള നന്മകളെക്കുറിച്ച് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ സ്ട്രെങ്ത് എന്താണ്, അവരിലുള്ള സ്ട്രെങ്ത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ സപ്പോർട്ടീവായി അന്യോന്യം സ്നേഹത്തോടുകൂടി ജീവിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊള്ളുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗോഡ് ബ്ലസ് യു ഓൾ.